ഒരു നിമിഷം പരിസരം മറന്ന് അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. സോഫയിൽ നിന്നും എഴുന്നേറ്റ് റോഷൻ നീതുവിനരികിലേക്ക് പോയി. അവൻ അടുത്തേക്ക് വരും തോറും നീതു പുറകിലേക്കും നീങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ചുമരിൽ തട്ടി അവൾ നിശ്ചലയായി. അവൻ രണ്ട് കൈകളും ചുമരിൽ വെച്ച് അവളെ അവൻ്റെ കരവലയത്തിലാക്കി. നീതു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ മിഴികളടച്ചു നിന്നു. ഭയം നിറഞ്ഞതും നിഷ്കളങ്കമായതുമായ അവളുടെ മുഖം ചെറുചിരിയോടെ അവൻ ആസ്വദിച്ചു. എടോ കാലമാടാ, ഇയാൾ എന്തായി കാണിക്കുന്നേ? നീതു കണ്ണുകൾ ഇറുക്കി പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. അപ്പോഴാണ് റോഷന് ബോധം വന്നത്. നീയല്ലേ പറഞ്ഞത് എനിക്കൊരു ഭർത്താവ് എങ്ങനെ ഉണ്ടാവുക എന്ന് കൂടി അറിയില്ല എന്ന്? അതറിയാമെന്ന് അറിയിക്കാൻ വന്നതാ ഞാൻ, റോഷൻ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. ഈശ്വരാ, പെട്ടോ? എനിക്ക് തെളിഞ്ഞു. നിങ്ങളൊന്ന് അങ്ങോട്ട് മാറിക്കേ. നീതു അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അവൻ അനങ്ങാതെ നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ തെളിയിച്ചു കഴിഞ്ഞിട്ടില്ലെന്നേ, റോഷൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോയേടാ. അവൾ അവനെ ശക്തിയിൽ തള്ളി മാറ്റി മാറി നിന്നു. ആഹാ, ഇതായിരുന്നല്ലേ തൻ്റെ മനസ്സിലിരിപ്പ്? നീതു ദൂരൊക്കെ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ, മനസ്സിരിപ്പ് തോന്നാൻ പറ്റിയൊരു മുതലും. ഞാൻ നിന്നെ അത് പേടിപ്പിച്ചതല്ലേ? അവൻ ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞു. ആ തന്നെ, ഞാൻ വിശ്വസിച്ചു. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇപ്പോഴേ ലേറ്റായി, ഒന്ന് ഇറങ്ങി വരുമോ? അവൻ അതും പറഞ്ഞ് താഴേക്കിറങ്ങി. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവളും കൂടെ പോയി. കാറിൻ്റെ വിൻഡോയും തുറന്നിട്ട് ഇളങ്കാറ്റിൽ ദേഹം കുളിരുന്നതോടൊപ്പം റോഷൻ അവർക്കരികിലേക്ക് വന്ന നിമിഷങ്ങൾ ഓർത്തപ്പോൾ അവളുടെ മനസ്സും കുളിരണിഞ്ഞു. അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ സിറിയക്കിനെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. ഡോക്ടറിൻ്റെ റൂമിന് പുറത്ത് രണ്ട് കസേരകളിൽ അപരിചിതരെ പോലെ ഇരിക്കുകയാണവർ. റോഷൻ ആൻഡ് നിവേദ്യ. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു സിസ്റ്റർ വന്ന് വിളിച്ചു. നല്ല ശ്രദ്ധ വേണം. അവൻ്റെ ഓരോ നീക്കങ്ങളും ആ റൂമും സൂക്ഷ്മമായി നിരീക്ഷിക്കണം, റോഷൻ നീതുവിനോട് പറഞ്ഞു. എനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തിൽ അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. മൂക്കിന് താഴെ ഒരു വട്ടക്കണ്ണടയും വെച്ച് ഡോക്ടർ സിറിയക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. താടിയും മുടിയുമെല്ലാം പകുതി നരച്ചിട്ടുണ്ട്. റൂം ഒരു നോർമൽ ക്ലിനിക് റൂം. ഒരു സൈഡിൽ കുറേ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമേ പ്രത്യേകമായിട്ടുള്ളൂ. പ്ലീസ് ബി സീറ്റഡ്. അവർ രണ്ടുപേരും ഇരുന്നു. എന്താണ് പ്രശ്നം? കുട്ടി പ്രഗ്നൻ്റ് ആണോ? അയാൾ നോർമലായി ചോദിച്ചു. ഉണ്ടോ എന്നൊരു സംശയം ഡോക്ടർ. ഡേറ്റ് തെറ്റിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അവിടേക്ക് കിടന്നോളൂ, അയാൾ ഒരു സൈഡിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കോ? നീതു അല്പം ഭയത്തോടെ ചോദിച്ചു. അയാൾ ഒന്നും പറയാതെ അവളെ ആ കണ്ണടയ്ക്ക് മുകളിലൂടെ നോക്കി. പെട്ടെന്നാണ് റോഷന്റെ കൈ അവളുടെ കൈയിന്മേൽ പതിഞ്ഞത്. നീതു ഒന്ന് ഞെട്ടിപ്പോയി. അവനൊന്നും സംഭവിക്കില്ല എന്ന ഭാവത്തിൽ അവൾക്ക് ധൈര്യം പകർന്നു. അവൾ എഴുന്നേറ്റ് അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് പോയി. ശേഷം അയാളും പോയി. ആ സമയം റോഷൻ അവിടെയുള്ള ഓരോ കാര്യങ്ങളും വീക്ഷിക്കുകയായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ടും നീതുവിനെ പുറത്തേക്ക് കാണുന്നില്ല. റോഷന് ഭയം തോന്നാൻ തുടങ്ങി. ഇനി അയാൾ എന്തെങ്കിലും അറിഞ്ഞിരിക്കുമോ? നീതുവിനെ എന്തെങ്കിലും ചെയ്യോ? അവൻ ഓരോന്ന് മനസ്സിലോർത്ത് അവിടെ നിന്നും എഴുന്നേറ്റു. അപ്പോഴാണ് നീതു അവിടെ നിന്നും വരുന്നത് കണ്ടത്. ഇത്രയും നേരം എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ അവിടെ ഡാൻസ് കളിക്കുകയായിരുന്നു. അയാളും എൻ്റെ കൂടെ കളിച്ചു. അതിനാണല്ലോ അവിടേക്ക് പോയത്. ഓ, ഇത്ര വൈകിയതുകൊണ്ട് ചോദിച്ചതാണ് എൻ്റെ അമ്മോ. ആ, അത് അയാൾ ക്ലിയർ ആവാത്തത് കൊണ്ട് സ്കാൻ ചെയ്ത് നോക്കി, അതാണ്. കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? ഡോക്ടർ അവർക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. 1 മാസം, റോഷൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ സംശയം തോന്നാനായോ? താനാൾ കൊള്ളാമല്ലോ, അയാൾ റോഷനെ നോക്കി ചോദിച്ചു. അങ്ങനെയല്ല, ഒരു സംശയം തോന്നിയപ്പോൾ. നീതുവിന് ഇത് കേട്ട് ചിരി വന്നു. പെട്ടെന്ന് കുട്ടികൾ വേണമെന്നാണെങ്കിൽ ഞാനൊരു മന്ത്രം എഴുതി തരാം, അത് ദിവസവും ചൊല്ലിയാൽ മതി. അയാൾ ഒരു പേപ്പർ എടുത്ത് അരികിലുണ്ടായിരുന്ന ബുക്ക് നോക്കി എന്തൊക്കെയോ കുറിച്ചു. അവർ അതും വാങ്ങിയിറങ്ങി. ഇനിയിപ്പോൾ പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാവാത്തൊരു കുറവ് കൂടിയേ ഉള്ളൂ. അവൻ കാറിൽ കയറി ആ പേപ്പർ ചുരുട്ടി കൂട്ടി അവിടെ വെച്ചു. എന്തെങ്കിലും കിട്ടിയോ അവിടുന്ന്? എന്നെ ഉപദേശിച്ചിരുന്നല്ലോ നിരീക്ഷിക്കാൻ. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ ഡോക്ടറോട് നന്നായിട്ട് പരിശോധിക്കാൻ പറഞ്ഞതാ. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും 1-2 കാര്യങ്ങളിൽ എനിക്ക് സംശയമുണ്ട്. നമുക്കൊരു വരവ് കൂടി ഇവിടേക്ക് വരേണ്ടി വരും. എന്ത് സംശയം? നീ അയാളുടെ കഴുത്തിന് താഴെയുള്ള ഭാഗം ശ്രദ്ധിച്ചോ? അവിടെ ഒരു ചിഹ്നം പച്ച കുത്തിയിട്ടുണ്ട്. അതൊരു ടാറ്റു അല്ല എന്തായാലും. ഞാൻ ഇതുവരെ അത്തരത്തിലൊരു ചിത്രം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ അവിടെ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ നോക്കിയിരുന്നു. ആരെങ്കിലും വന്നാലോ എന്ന് കരുതി അടുത്തേക്ക് പോയി നോക്കിയില്ല. പക്ഷേ അത് ബൈബിൾ പോലത്തെ എന്തോ ഒരു ഗ്രന്ഥമാണെന്ന് മനസ്സിലായി. ഓഹോ, അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചോ? പിന്നെ നിന്നെപ്പോലെ അയാളുടെ സൗന്ദര്യം കാണാൻ പോയതല്ലല്ലോ ഞാൻ. അവൾ അതിന് മറുപടി നൽകാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അപ്പോഴാണ് ആ പേപ്പർ കണ്ണിൽ പെട്ടത്. ഒരു ക്യൂരിയോസിറ്റി തോന്നിയപ്പോൾ അതെടുത്ത് നിവർത്തി നോക്കി. ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല. ഇതേത് ഭാഷയാ? അവൾ അത് റോഷന് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. അതെന്താ ഇപ്പം നീ അറിയുന്നത്? നിനക്ക് കുട്ടികൾ വേണമെങ്കിൽ മന്ത്രം ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. നിർബന്ധമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. റോഷൻ ഒരു കള്ളച്ചിരി ചിരിച്ചു.
അയ്യേടാ, ആ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. പൂതിയോ? എനിക്കോ? അതും നിന്നെ കണ്ടിട്ട്. ഞാൻ നിനക്ക് നിർബന്ധമാണെങ്കിൽ എന്നേ പറഞ്ഞോളൂ. അതല്ല, ഇതൊന്ന് നോക്കൂ, ചിലപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് എനിക്കൊരു തോന്നൽ. അവൻ അത് വാങ്ങി. ആ എഴുത്തുകൾക്ക് നടുവിൽ വാട്ടർമാർക്ക് പോലെ അധികം വ്യക്തമാകാത്ത രീതിയിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. നീ ഇത് ഗൂഗിൾ ചെയ്തു നോക്ക്. അവൻ ആ വാക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീതുവിനോട് പറഞ്ഞു. ഇതൊരു ദൈവത്തിന്റെ പേരാണ്, പ്രിയസ്റ്റ് എന്ന വംശം ആരാധിക്കുന്ന ദൈവം. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്ക്. അതിലെന്തോ പന്തികേട് തോന്നിയ റോഷൻ നീതുവിനോട് പറഞ്ഞു. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിലില്ല. ഇവരുടെ ഉത്ഭവം ഫ്രാൻസാണ്. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട് ഇത്. ഇതേ സമയം ഡോക്ടർ സിറിയക്കിന്റെ വീട്ടിൽ അവരെല്ലാവരും അയാളുടെ വീടിന്റെ മുമ്പിൽ വണ്ടി നിർത്തി കുറച്ച് ദൂരെയായി പാർക്ക് ചെയ്തു. സമയം ഏകദേശം സന്ധ്യയായിരുന്നു. സൂര്യൻ കാർമേഘങ്ങൾക്കുള്ളിൽ ഒളിക്കാൻ തുടങ്ങി. ഭൂമിയിൽ ഇരുട്ട് വരക്കാനും. ആസിഫും അഖിലും അക്ഷയും പ്രകാശും ആഷിഖും ഫിറോസും രവിയുമാണ് ഉണ്ടായിരുന്നത്. അവർ ഗേറ്റിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവിടെ മകെ നോക്കി. വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബംഗ്ലാവായിരുന്നു അത്. ഇരുനിലയാണ്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇങ്ങനെ പേടിക്കാതെടി, എന്നെയൊക്കെ കണ്ടു പഠിക്ക്. അയ്യോ! അക്ഷകൾ കണ്ണുകൾ പൂട്ടി നിലവിളിച്ചു. അയ്യോ, രക്ഷിക്കണേ! ആസിഫ് അവിടെ നിന്നും ഓടാനൊരുങ്ങിയതും അക്ഷ അവന്റെ ഷർട്ട് പിടിച്ച് അവിടെ നിർത്തി. നിന്റെ ധൈര്യമൊന്ന് പരീക്ഷിച്ചതാ ഞാൻ. അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി. അപ്പോഴാണ് അവന്റെ ചെവിയിൽ ഒരു കൈ പതിഞ്ഞത്. അഖിലാണ്. അവരൊക്കെ ശ്രദ്ധിക്കുന്നത് കണ്ടില്ലേ നിങ്ങളെ? ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെയെങ്കിലും രണ്ടും അടങ്ങിയിരുന്നോണ്ടി. ഓക്കെ, സെറ്റ്. അവൻ അക്ഷയുടെ അടുത്ത് നിന്നും മാറി നിന്നു. പ്രകാശ് പതിയെ ഗേറ്റ് തുറന്നു. പക്ഷെ നല്ല ശബ്ദമുണ്ടായിരുന്നു. രണ്ട് സൈഡിലും കാടാണ്. ചെവിടുകളുടെ ശബ്ദം കാതുകളിൽ കുത്തിക്കയറുന്നുണ്ട്. താഴെ വീണ് കിടക്കുന്ന കരിയിലകൾ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി കാലുകൊണ്ട് മാറ്റിക്കൊണ്ട് അവർ മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. അവർ എല്ലാവരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. ആരാ നിങ്ങളൊക്കെ? അയാൾ ചോദിച്ചു. അത് ചോദിക്കാൻ നീ ആരാടാ? അയാളുടെ രൂക്ഷഭാവത്തിലുള്ള ചോദ്യം കേട്ട് ഇഷ്ടമാവാത്തത് കൊണ്ട് ആസിഫ് ദേഷ്യത്തിൽ ചോദിച്ചു. എടാ, നീ എന്താ ചോദിക്കുന്നത്? അയാൾ നമ്മുടെ വീട്ടിലേക്കല്ല, നമ്മൾ ഇവിടേക്കാണ് ആരും അറിയാതെ വന്നിരിക്കുന്നത്. അഖിൽ അവനെ ഓർമ്മിപ്പിച്ചു. അയ്യോ സോറിടാ, ഞാനത് മറന്നുപോയി. ഞങ്ങൾ ഡോക്ടറിനെ ഒന്ന് കാണാൻ വന്നതാണ്. അതിനിവിടെ പരിശോധന ഒന്നും ഇല്ലല്ലോ, അയാൾ പറഞ്ഞു. ഡോക്ടർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. ഓ, ഇവിടേക്കാവില്ല. അതെവിടെ നിന്ന് 2 കിലോമീറ്റർ കൂടെ പോയാൽ ഡോക്ടറുടെ ശരിക്കുള്ള വീടുണ്ട്. അവിടേക്കായിരിക്കും നിങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഡോക്ടറിന്റെ വീടല്ലേ? അതെ, പക്ഷേ ഇവിടേക്ക് ഡോക്ടർ ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ. അവരുടെ ഫാമിലി ഇവിടേക്ക് വരുമ്പോൾ മാത്രം. ഇതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്താണ്? ഡോക്ടറെ കാണണമെങ്കിൽ അവിടേക്ക് പോകണം, അയാൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. ഇങ്ങനെ ദേഷ്യപ്പെടാതെ സുഹൃത്തെ, നിങ്ങൾ ഇവിടുത്തെ ആരാണ്? പ്രകാശ് അയാളുടെ അടുത്ത് ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ? മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്താനും അപകടം ഒഴിവാക്കാനും അഖിൽ ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചറിയുന്നത്? ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയണം, അത് നീ പറഞ്ഞു തന്നേ മതിയാവൂ. അവന്റെ കണ്ണുകളിലെ ഭാവമാറ്റം കണ്ട് അവിടെ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കിയ അഖിൽ അല്പം ഗാംഭീര്യത്തിൽ പറഞ്ഞു. അവൻ അപ്പോഴേക്കും ഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. അഖിൽ അവന്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിമാറ്റി. കുറച്ചു നേരത്തെ സംഘട്ടനത്തിന് ശേഷം അവന്റെ ഇരു കൈകളും ബന്ധിച്ചു നിർത്തി. അഖിൽ റോഷനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു. സമയം ഇത്ര ആയില്ലേ, ഇനി നിങ്ങൾ അവിടെ നിൽക്കേണ്ട, അവനെ നമ്മുടെ ഓഫീസിലേക്ക് കൊണ്ടുവരൂ. റോഷൻ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് അവരെല്ലാവരും അയാളെയും കൂട്ടി അവിടെ നിന്നും പോയി. ഫോറൻസിക് ഓഫീസിൽ റോഷൻ അവിടെ ഉണ്ടായതെല്ലാം എല്ലാവരോടുമായി പറഞ്ഞിരുന്നു. നീ അഭിനയിച്ച് തകർത്തോ നീതു? പിന്നെ അല്ലാതെ, ഞാൻ ഒടുക്കത്തെ അഭിനയമായിരുന്നു. നീ കണ്ടിരുന്നാൽ എനിക്കൊരു ഓസ്കാർ തന്നേനെ. ഇയാളാണ് പിന്നെ കുറച്ച് വീക്കായിരുന്നത്. നീതു റോഷനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആണോടാ, നീ ഞങ്ങളുടെ മാനം കളഞ്ഞോ? ഞാൻ ഭർത്താവായി ഒന്നുകൂടി അഭിനയിച്ച് കാണിക്കണോ? റോഷൻ ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചു. അയ്യോ വേണ്ടായേ, ഞാൻ പറഞ്ഞത് പിൻവലിച്ചു. പഴയതൊക്കെ ഓർമ്മയുള്ളത് കൊണ്ട് അവൾ മറുത്തൊന്നും പറയാൻ പോയില്ല. അതെന്താടി അങ്ങനെ? സത്യം പറ, എന്താ അവിടെ നടന്നത്? അക്ഷയ് നീതുവിനോട് പതുക്കെ ചോദിച്ചു. ഒക്കെ ഞാൻ പിന്നെ പറയാം. റോഷൻ, അവനെ ഒന്ന് ചോദ്യം ചെയ്യണ്ടേ? പ്രകാശ് അകത്തു നിന്നും വന്നുകൊണ്ട് ചോദിച്ചു. യെസ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ? ലെറ്റ്സ് ഗോ. അവരെല്ലാവരും അകത്തേക്ക് പോയി. തുടരും.